ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം ഇന്നലെ ദുബായിലേക്ക് തിരിച്ചു കഴിഞ്ഞു. 20-ാം തീയതി ബംഗ്ലാദേശുമായിട്ടാണ് നമ്മുടെ ആദ്യ മത്സരം നടക്കുക. ഇന്ത്യയുടെ സ്ക്വാഡ് പരിശോധിച്ചാൽ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഓൾറൗണ്ടേഴ്സും വളരെ ശക്തമാണെന്ന് കാണാമെങ്കിലും ഫാസ്റ്റ് ബോളേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ സാധ്യതകൾ നിർണ്ണയിക്കപ്പെടുമെന്നത് 100% ഉറപ്പാണ്. കാരണം ഇന്ത്യക്ക് തങ്ങളുടെ മികച്ച ബോളറായ ബുംറയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സ്ക്വാഡിലുള്ളത് അർഷദീപ്, ഷമി, ഹർഷത് റാണ എന്നിവരാണ്. ഇതിൽ തന്നെ ഷമി പരിക്കിൽ നിന്ന് മുക്തനായി വന്നിട്ടുണ്ടെങ്കിലും പ്രതാപകാലത്ത് ഫോമിലല്ല പന്തെറിയുന്നത്. അർഷദീപ് ആകട്ടെ ഏകദിന ഫോർമാറ്റിൽ അധികം കളിച്ച് പരിചയമില്ലാത്ത താരവും. T20 അദ്ദേഹം മികച്ച രീതിയിലാണ് പന്തെറിയുന്നതെന്ന് അംഗീകരിക്കുമ്പോൾ പോലും ഏകദിനത്തിലും അത് തുടർന്നാൽ ഇന്ത്യക്ക് അത് കരുത്താകും. ഹർഷത് റാണയ്ക്ക് വെറും 3 മത്സര പരിചയം മാത്രമാണുള്ളത്. ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് സിറാജ് എന്നിവരിൽ ആരെങ്കിലും ഒരാളെ ഉൾപ്പെടുത്തുകയായിരുന്നു കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. എന്തായാലും ഷമിയും റാണയും അർഷദീപും അത്യാവശ്യം ബാറ്റ് ചെയ്യുമെന്നത് ഒരു പ്ലസ് പോയിൻ്റാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നോക്കിയാൽ എക്കാലത്തും ഏത് ഫോർമാറ്റിലും ഓപ്പണിംഗ് ക്ലിക്കായാൽ ഇന്ത്യ മത്സരം വിജയിക്കുമെന്നത് ഉറപ്പായ ഒരു കാര്യമാണ്. രോഹിത്തും ഗില്ലും പവർ പ്ലേയിൽ മികച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കിയാൽ അതായിരിക്കും ടീമിന് കൂടുതൽ കരുത്ത് നൽകുക. നിലവിൽ രണ്ടുപേരും മികച്ച രീതിയിൽ കളിക്കുന്നു എന്നത് ആശ്വാസമാണ്. മധ്യനിര നോക്കിയാൽ കോഹ്ലി, ശ്രേയാസ്, രാഹുൽ എന്നിവരാണ് ഉണ്ടാകുക. അതായത് ആദ്യ 5 ബാറ്റേഴ്സും വലങ്കയന്മാരാണ്. ഇത് എതിർ ടീമിന് അല്പം അഡ്വാൻറ്റേജ് നൽകുമോ എന്നതും ചോദ്യചിഹ്നമാണ്. ഓൾറൗണ്ടർമാരായി ഹർദിക്കും അക്ഷർ പട്ടേലും ജഡേജയും ടീമിൽ ഉറപ്പാണ്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി വരുൺ ചക്രവർത്തിയെ മാനേജ്മെൻറ്റ് കളിപ്പിക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ ഷമിയോടൊപ്പം അർഷദീപായിരിക്കും ഇറങ്ങുക. ഓപ്പണറായി ടീമിലെടുത്ത ജയ്സ്വാളിനെ ഒഴിവാക്കി റാണയെയാണ് ടീമിലെടുത്തിരിക്കുന്നത്. ഓപ്പണിങ്ങിൽ ആവശ്യം വന്നാൽ ഒരുപക്ഷേ ഋഷഭ് പന്തിനെ ഇറക്കി ഞെട്ടിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയും സാധ്യത 11 നോക്കിയാൽ രോഹിത്, ഗിൽ, കോഹ്ലി, ശ്രേയാസ്, രാഹുൽ, ഹർദിക്, അക്ഷർ പട്ടേൽ, ജഡേജ, വരുൺ ചക്രവർത്തി, ഷമി, അർഷദീപ് എന്നിങ്ങനെയാണ് സാധ്യത. സ്പിന്നർമാരായി കുൽദീപ്, വാഷിംഗ്ടൺ എന്നിവരും ഇന്ത്യയുടെ സ്ക്വാഡിലുണ്ട്. ബോളിംഗിൽ ഇന്ത്യയ്ക്ക് ഓപ്ഷനായി ഷമി, അക്ഷർ പട്ടേൽ, ഹർദിക്, അർഷദീപ്, ജഡേജ, വരുൺ ചക്രവർത്തി എന്നിങ്ങനെ നിരവധി ഓപ്ഷൻസ് രോഹിതിന് മുന്നിലുണ്ട്. നിലവിലെ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ന്യൂസിലാൻഡ് എന്നിവരാണുള്ളത്. 3 ടീമും മികച്ച പ്രകടനം നടത്താൻ കഴിവുള്ളവർ തന്നെയാണ്. ഫെബ്രുവരി 20-ന് ബംഗ്ലാദേശ്, 23-ന് പാകിസ്ഥാൻ, മാർച്ച് 2-ന് ന്യൂസിലാൻഡ് എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ ഷെഡ്യൂൾ. പാകിസ്ഥാൻ, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക ടീമുകൾ തമ്മിൽ നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിൽ ടീമുകളുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത്രയ്ക്ക് സ്ട്രോങ് ആയി തോന്നിയിട്ടില്ല. അതിനാൽ തന്നെ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്താൽ ഗ്രൂപ്പ് ഘട്ടം ഇന്ത്യക്ക് എളുപ്പം മറികടക്കാനാകും. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ഇന്ത്യ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തെങ്കിലും മധ്യനിരയിൽ കൂട്ടത്തോടെ വിക്കറ്റുകൾ നഷ്ടമാവുന്ന കാഴ്ച ചില മത്സരത്തിലെങ്കിലും ഉണ്ടായിരുന്നു. ഏതായാലും 2013 ഇന്ത്യ ആവർത്തിക്കുമെന്ന് വിശ്വസിക്കാം. കോഹ്ലി, രോഹിത്, ജഡേജ എന്നിവർക്കായി ഇന്ത്യൻ ടീം ഈ കിരീടം നേടട്ടെ.